മൈത്രി വിഷനിലേക്ക് സ്വാഗതം. സമസ്ത മുഷാവറ യോഗത്തിൽ ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഇറങ്ങിപ്പോയി. സമസ്ത മുഷാവറ യോഗത്തിൽ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഇറങ്ങിപ്പോയത് ഉമർ ഫൈസി മുക്കത്തിന്റെ അധിക്ഷേപപരമായ പെരുമാറ്റമെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രതികരിക്കുന്നു. മുഷാവറ യോഗത്തിൽ പുറത്തിറങ്ങാൻ ആരോട് പറഞ്ഞാലും പുറത്തിറങ്ങാൻ ബാധ്യസ്ഥനാണ്. ധിക്കാരപരമായ സമീപനം കാണിച്ചെങ്കിൽ അച്ചടക്ക ലംഘനമാണ് എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂറിന്റെ പ്രതികരണത്തിലേക്ക്. ഈ വിഷയത്തിൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെയും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും കീഴിൽ വഖഫ് വിഷയത്തിലുള്ള ഒരു രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി SMFന്റെ നേതാക്കളുടെയും SKMMയുടെ നേതാക്കളുടെയും കൂടെ തിരുവനന്തപുരത്താണ്. ഇന്നലെ ഞങ്ങൾ വന്നു. ഇന്ന് മാർച്ച് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ റൂമിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് മീഡിയകളിൽ ഈ വാർത്ത കാണുന്നത്. എനിക്കതിൽ പ്രതികരിക്കാനുള്ളത്, നടന്ന സംഭവം യഥാർത്ഥമാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സത്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്യയുടെ പുറത്തു നിൽക്കാൻ ഒരാളോട് പറഞ്ഞാൽ അത് എന്നോടാണെങ്കിലും ആരോടാണെങ്കിലും ഞാൻ പുറത്തു നിൽക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഞാൻ പുറത്തു നിൽക്കുന്നതിന് പകരം ധിക്കാര സമീപനം കാണിച്ചുവെങ്കിൽ അത് സ്വാഭാവികമായും സംഘടനാ രംഗത്ത് ഒരു അച്ചടക്ക ലംഘനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നോടാണ് പുറത്തു നിൽക്കാൻ പറഞ്ഞതെങ്കിൽ ഞാൻ പുറത്തു നിൽക്കുകയും എന്നെ കുറിച്ചുള്ള ചർച്ചകളകത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ അറിയാതെ തന്നെ പിന്നീട് അതിലുള്ള തീരുമാനം അറിയിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് വളരെ ചിന്തനീയമായ കാര്യം പറയാനുള്ളത്, ചില ആളുകൾ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് മുഷാവർക്ക് എഴുത്തു കൊടുക്കുകയും ആ മുഷാവറ ചർച്ചയിൽ ഇപ്പോഴുണ്ടായ സംഭവം വളരെ ഖേദകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം വിഷയങ്ങൾ ഇനി ചർച്ചയ്ക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മറ്റു പല ചാനലുകളിലും ആവർത്തിച്ചു വരുന്നത് കൊണ്ടാണ്. സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനമായി പൊട്ടിത്തെറിയൊന്നും സമസ്യയിൽ ഉണ്ടാകാൻ ഒരു കാര്യവുമില്ല. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു തീരുമാനം വരുമ്പോഴേക്കും പൊട്ടിത്തെറി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സമസ്ത 100 ആണ്ട് തികയ്ക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. സമസ്തക്ക് ഒരുപാട് അണികളുണ്ട്, വലിയ നേതാക്കളുണ്ട്. അത്തരം നേതാക്കളുള്ള സ്ഥിതിക്ക് പൊട്ടിത്തെറിയും അപകടവുമൊന്നും സമസ്തയിൽ ഉണ്ടാവില്ല. അതൊക്കെ അതിശയോക്തിപരമായ പരാമർശങ്ങളാണ്. മറിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി ഉസ്താദുമാരോട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ ശേഷം മാത്രമേ എനിക്കെന്തെങ്കിലും പറയാൻ കഴിയൂ. കാരണം ഉത്തരവാദപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഇരുത്തം വന്ന പണ്ഡിതന്മാരുടെ സഭയാണ് സമസ്ത. അതിനകത്തുള്ളത് ഇങ്ങനെ പുറത്തു വന്നു എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പുറത്തു വന്നത് ശരിയാണെങ്കിൽ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നത് വസ്തുതാപരമാണെങ്കിൽ അത് ഞങ്ങൾ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഏത് സംഘടനാ പ്രവർത്തനം പറയാൻ കഴിയൂ. നമ്മളൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഈ മദ്രസകളും മഹല്ലുകളും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഇസ്ലാമിക ആദർശത്തിന് കീഴിൽ നിലനിൽക്കണമെന്ന സതുദ്ദേശപരമായ സമീപനം കൊണ്ടാണ്. അതിന്റെ ഭാഗമായ വഖഫ് സംരക്ഷണ റാലിക്ക് പങ്കെടുക്കാനാണ് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വന്നത്. അപ്പോൾ ഈ കേൾക്കുന്ന ന്യൂസ് വലിയൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഞങ്ങൾക്കിത് കേട്ടപ്പോൾ വലിയ ദുഃഖമുണ്ട് എന്നാണ് എനിക്ക് പരാമർശിക്കാനുള്ളത്. ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് കരീം മൈത്രി വിഷൻ.